എല്ലാവർക്കും മണീസ് വ്ളോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഏഞ്ചൽ മരിയ ബിബിൻ, അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കുഞ്ഞാറ്റ. അപ്പോൾ ഇപ്പോൾ വേണം എൻ്റെ വീട് കളിക്കാൻ വന്നേക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ചുമ്മാ കറങ്ങാനൊക്കെ പോവാണ്. നമുക്ക് അതിനുള്ള വിശേഷങ്ങളൊക്കെ കാണാം. എൻ്റെ സൈക്കിളിൻ്റെ ചേഞ്ച് ആഡ് ചെയ്തുകൊണ്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് ഏഞ്ചലിൻ്റെ സൈക്കിളിലാണ് കേട്ടോ. അപ്പോൾ ഏഞ്ചൽ ഓടിച്ചുകൊണ്ട് പോയിട്ടും ഞാൻ ബാക്കിൽ ഇരുന്ന് വീഡിയോ പിടിക്കുന്നുണ്ട്. ഞങ്ങൾ പറ്റുന്ന അത്രയും പോകുന്നതായിരിക്കും അല്ലേ? കയറ്റമായതുകൊണ്ട് ഓടിക്കാൻ പാടാണ്. മണീനെ വെച്ച് നമുക്ക് വണ്ടി ഓടിക്കുന്നുണ്ട്. ഇനി ഏഞ്ചൽ വീഡിയോ പിടിക്കുന്നതായി. ഞങ്ങളിപ്പോൾ ആൻഡ്രിയയുടെ താഴെ വരെ പോവാണ്. വീട്ടിലല്ല, അവിടെ വഴി വരെ പോവാണ്. സാൻവിയാണ് ഓടിക്കാൻ പോകുന്നത്. എനിക്ക് ഈ ഇറക്കമായതുകൊണ്ട് കുറച്ച് പേടിയുണ്ട്. ഞാൻ എൻ്റെ സൈക്കിളിൽ മാത്രമേ പോകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് അടിച്ച് പയ്യെ പോകാം. ഗൈസ്, അപ്പോൾ സാൻവി എന്നെക്കാളും മുമ്പെത്തി. എന്നെ പുറകെ ഇരുത്താൻ പറഞ്ഞിട്ട് ഇരുത്തിയിട്ടില്ല. ഗൈസ്, അപ്പോൾ അവള് ആ വളവൊക്കെ കഴിഞ്ഞു ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവള് ചവിട്ടിക്കൊണ്ട് മേലെ പോവാണ്. ഇനി ഞങ്ങൾ ആ വഴി കൂടി പോവുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ പുറകെ ഇരുത്തിയിട്ടുണ്ട്. ഇറക്കമായതുകൊണ്ട് എനിക്ക് ഓടിക്കാൻ സിമ്പിളാണ്. ശ്വാസാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്വാസാക്കാം. ഏഞ്ചലാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി ഇരിക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് പോയാതിരുന്നാൽ മതി. ഇനി വിശേഷങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാം കുറച്ച് കഴിയുമ്പോൾ. ഗൈസ്, ജസ്റ്റ് മിസ്സോടെയാണ് ഞങ്ങൾ വീഴാതെ വന്നത് കേട്ടോ. എന്തൊക്കെയോ പുറത്തോണ്ട് പോകുന്നുണ്ട്. വീഡിയോ പിടിക്കുന്നതെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി പിടിപ്പിക്കുന്നതാണ്. ഞാൻ പതിയെ ബാക്കിൽ നിന്ന് മാറിയിട്ടുണ്ട്, കാരണം കയറ്റമൊക്കെയാണ് വരുന്നത്. ഞാൻ പോകുന്നുണ്ട്. ഹായ് ഗൈസ്, തിരിച്ചു നോക്കിയിട്ട് ഇനി വീടായിരുന്നാൽ മതി. അപ്പം ഞങ്ങളിതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളല്ല, സോറി, ഞാൻ. ഇനി അവൾ കയറ്റാൻ കയറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ. അവൾ ക്ഷീണിച്ചു പോയി, പാവം കുട്ടി. അവൾക്ക് വെള്ളം ഒന്നും കിട്ടിയില്ലെന്ന്. എൻ്റെയും കൂടെ കൂട്ടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എൻ്റെ ഞാൻ എടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴേ അവൾ ഓരോ ഗൈസ് മറ്റേ പുറകിട്ട് സീറ്റ് ചെയ്തായിരുന്നു പോയത്. രണ്ട് കൈ വിട്ടിട്ട് ഇപ്പോൾ ഞാൻ ഇനി പയ്യെ വണ്ടി കയറാൻ പോയിട്ടുണ്ട്, അല്ല കയറിയിട്ടുണ്ട്. നിങ്ങൾ ചപ്പാത്ത് വരെ പോയാൽ മതി എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് ചപ്പാത്ത് വരെ ഇനി പോകാം. ഞാൻ മടുത്തുകൊണ്ട് സാൻവിയാണ് എനിക്ക് ഗൈസ്. യെസ്, എനിക്ക് നിരപ്പത്തിൽ കൂടെ ഓടിക്കാൻ കുറച്ച് പാടാണ്. ഇറക്കാണ് എളുപ്പം, നോക്കാം നമുക്ക്. മതി, വീണ ഞാനല്ല ഉത്തരവാദി, ഇവളാണ്. ഓടിച്ചോണ്ടിരിക്കുക. എനിക്ക് പേടിയൊന്നുമില്ല. ഫ്രണ്ട്സ്, നിങ്ങളാണ് ആ കേട്ടായിരുന്നോ എൻ്റെ അമ്മോന്ന്. അത് ഞാൻ ഏറ്റവും വിളയം കൊണ്ട് പോയതാ. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് നിലവിളിച്ച ഒരുത്തർ പുറകെന്ന് പറഞ്ഞു, എനിക്കൊന്നും പേടിയില്ല, നിങ്ങൾ കേട്ട് കാണും. എന്നിട്ടാണെങ്കിൽ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പറയാ, അയ്യോ നിർത്തണേ എന്ന് പറഞ്ഞ് നിലവിളിക്കായിരുന്നു ഈ ഒരു കുട്ടി. പേടി ഇതിനെക്കൊണ്ടാ നമ്മൾ പോകുന്നത്. എന്നിട്ട് വേറെ വാചകം അടിച്ചായിരുന്നു, നിങ്ങൾ നേരത്തെ കേട്ടല്ലേ. അയ്യോ എനിക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ഞങ്ങൾ ചപ്പാത്ത് വരെ വന്നുള്ളൂ, ബാക്കി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അവള് ഷാറുഖ് ഖാനായി. അപ്പൊ സാൻവി വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ക്യാബ് എടുത്തോണ്ട് പോവാണ്. ക്യാബ് മീൻസ് വണ്ടി. ഇംഗ്ലീഷിലൊരു മീനിങ് പഠിച്ച അപ്പത്തേക്ക് ക്യാബ് ആക്കി ഇവള്. ഞാനുണ്ടോ വണ്ടി എടുത്തേക്കുന്നത്. നമ്മൾ ബൈസൈക്കിളിലാണ് പോകുന്നത്. നേരെ നോക്കി പൊക്കോട്ടെ, ഇല്ലെങ്കിൽ എന്റെ ഫോണും നമ്മുടെ വിശാലമായ പാലത്തിൽ കൂടെ നമ്മൾ നടന്നു പോവുകയാണ്. അപ്പോ നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. പ്രേതാലയൊക്കെ കഴിഞ്ഞാൽ അപ്പൊ കണ്ടോ ഗൈസ്, മീനൊക്കെ ഉണ്ട്. വെള്ളമില്ല കേട്ടോ, പക്ഷെ മീനുണ്ട് കേട്ടോ. എവിടെ തപസ്സിരിക്കുന്നു. തപസ് ഗൈസ് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പാലത്തിന്റെ അവിടെ എത്തി. അപ്പോൾ തോട്, ഇതാണ് നമ്മുടെ തോട്.
അപ്പോ സാൻവി ഓൾറെഡി തോണ്ട വീട് ഇട്ടിട്ടുണ്ട്, എന്നാലും പുതിയ തോണ്ട വീട് തന്നെ. അപ്പോ നമ്മുടെ പ്രേതാലയം ഞാൻ അന്ന് കാണിച്ച വീടില്ലേ ആ വീട്, പ്രേതാലയം കരണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. വേറെ ഒരു ഡോക്ടർ അവിടെ താമസിക്കാൻ ഉണ്ട്. അപ്പോൾ ഗൈസ് അവിടെ പ്രേതാലയം എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട് കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഗൈസ് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് പേടിയില്ലേ? എനിക്ക് പേടിയായതുകൊണ്ട് അല്ല ഗൈസ്. അപ്പൊ നമ്മള് എനിക്ക് പേടിയാ ഗൈസ്. അതുകൊണ്ട് ആ വീട് കണ്ടപ്പോ എനിക്ക് പേടിയായിട്ട് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ പിടിയില്ല ഇനി നമുക്കൊരു 2 മണിക്കൂറേ ഉള്ളൂ. ആ മണിക്കൂറിൽ കളിക്കണം. 2 മണിക്കൂർ കൂടിയേ ഉള്ളൂ. ഞങ്ങൾ എപ്പോ വന്നാലും സൈക്കിളോട്ടിൽ മാത്രമേ ഉള്ളൂ. അത് ഗൈസ് വന്നേ പിന്നെ ഞങ്ങൾ കൂളും സൈക്കിളാണ് ചവിട്ടിയിരിക്കുന്നത്. ഗൈസ് മടുത്തു ഗൈസ്. വൈകി വരുമ്പോ ഞങ്ങൾ എപ്പോ കടയിൽ പോകും. പക്ഷെ ഇവിടെ ഒന്നും കടയിൽ പോയില്ല. മണി ഗുഡ് ബൈ ഗോസ് ടു ഹെവൻ. ഗൈസ് അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സാൻവ്യ അല്ലെങ്കിൽ മണി, നമ്മളെ സ്കൂളിൽ വിളിക്കുന്ന പേര് സാൻവ്യ എന്നാട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുള്ളൂ ഗൈസ്. എനിക്ക് കിട്ടത്തുള്ളൂ. ഞാൻ വായി വരില്ല. അപ്പോൾ സാൻവ്യ സൈക്കിൾ ഓടിക്കാൻ പോവാണ്. സ്റ്റാൻഡ് ഇട്ടേക്കുവാണ്. സ്റ്റാൻഡ് ഇട്ടിട്ടില്ലെന്നാണ് അവള് മാറ്റിയില്ല. കിട്ടുന്നില്ല. കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല മണി. അപ്പോൾ ഈ വലിയ വലിയ വീഡിയോസിലൊക്കെ കാണത്തുള്ളൂ. നമ്മുടെ വീഡിയോയിലൊക്കെ എന്ത് എനിക്ക് ഇങ്ങനെ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇവിടെ സൈക്കിളെ കിട്ടുള്ളൂ അങ്ങനെ. ഗൈസ് അപ്പോൾ സാൻവ്യ വണ്ടി ഓടിച്ചു കഴിഞ്ഞു, വന്നിട്ടിട്ടുണ്ട്. അല്ല സൈക്കിൾ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. പോവാം ഗൈസ്. എന്നാ പറ്റി ഗൈസ്? സാൻവിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മണിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അത് പിന്നെ ഇവൾക്ക് വില ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. വീട്ടിൽ കയറി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ വേറെ കാര്യം വീഡിയോ എടുക്കാൻ മറന്നു. ഞങ്ങളുടെ സൈക്കിളൊട്ടേക്കും എൻ്റെ പിക്കാച്ചുവിനെ വെച്ച് കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ബട്ട് അത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഫോൺ വേറെ എഴുതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരുമിച്ച് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ടാറ്റാ.